പണ്ടൊക്കെ വീട്ടിൽ ചപ്പാത്തി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചതുർത്ഥിയായിരുന്നു കേട്ടോ എല്ലാവർക്കും. പക്ഷേ ഇപ്പോൾ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നൊരു ഭക്ഷണം കൂടിയാണ് കേട്ടോ ചപ്പാത്തി. ആഴ്ചയിൽ 7 ദിവസത്തിൽ 5 ദിവസമെങ്കിലും വീട്ടിലിപ്പോൾ ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തിയെല്ലാം കഴിച്ച് ഞാൻ നമ്മൾ ഡ്യൂട്ടിക്ക് കയറിയിട്ടോ. നേരെ സൈറ്റിൽ പോകണ്ടായിരുന്നു. സൈറ്റിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ മുക്കത്തെ മൈജിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കാർ ചാർജർ കയറുന്നുണ്ടായിരുന്നു. ഇന്ന് വൈകിട്ടൊരു യാത്ര ഉണ്ട് കേട്ടോ. നമുക്ക് ഒന്ന് ഹൊസൂർ വരെ പോകാനുണ്ട്. വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പെട്രോളെല്ലാം അടിച്ച് നമ്മൾ പോവാണ്. ചേച്ചിയുടെ മോൾക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് അവിടെ. അങ്ങനെ അവളവിടെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് കേട്ടോ. ഞാനുണ്ട്, ഏട്ടൻ്റെ വൈഫ്, അങ്ങനെ എല്ലാവരും കൂടിയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അങ്ങനെ വയനാട് ചുരമെല്ലാം കയറി നേരെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെക്ക് പോസ്റ്റ് എത്താറായപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി അങ്ങോട്ട് നല്ല ഹോട്ടലൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എല്ലാവരും ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചിട്ടാണ് നേരെ പോയത്. അങ്ങനെ കാടെല്ലാം കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തുടക്കത്തിൽ മൃഗങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. എന്നാൽ അവസാനം എത്തിയപ്പോൾ ഒരു 4 ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നായിരുന്നു മുന്നിലേക്ക് വന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഗുണ്ടൽപേട്ട് കയറി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗുണ്ടൽപേട്ടിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു ഷോർട്ട് വൈയിലേക്കാട്ടോ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നെത്തുന്നുള്ള വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷേ ആളും മനുഷ്യനില്ലാത്തൊരു റോഡായിരുന്നു കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അങ്ങനെ അവസാനം ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആളോട് വഴി ചോദിച്ചപ്പോൾ നേരെ പോയാലും മൈസൂരേക്ക് എത്താമെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ നേരെ അവിടെ നിന്ന് മുന്നോട്ട് പോയിട്ടോ. ഏകദേശം 12 മണി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ കേട്ടോ. ഇതാണ് റൂമും കാര്യങ്ങളൊക്കെ. നല്ല വൃത്തിയുള്ള റൂമായിരുന്നു കേട്ടോ.